നമുക്ക് 11ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സഭയുടെ വിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രധാന സ്രോതസ്. ഓപ്ഷൻ എ വിശുദ്ധ വേദപുസ്തകം, ഓപ്ഷൻ ബി പാരമ്പര്യങ്ങൾ, ഓപ്ഷൻ സി വിശുദ്ധ കുർബാന, ഓപ്ഷൻ ഡി സഭയുടെ ആരാധന. ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധ വേദപുസ്തകം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ തോബിത്ത്, ബി യൂദിത്ത്, ഓപ്ഷൻ സി പ്രഭാഷകൻ, ഡി എസ്തേർ. ഇതിൽ ഓപ്ഷൻ ഡി എസ്തേർ ആണ് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇനി മൂന്നാമത്തെ ചോദ്യം, സഭയുടെ ആധികാരികത ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സുവിശേഷത്തെ വിശ്വസിക്കുകയില്ലായിരുന്നു എന്ന് പ്രസ്താവിച്ച പിതാവ് ആര്? പരിശുദ്ധ പരിമല തിരുമേനി, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ പൗലോസ് ലീഹ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഇതിൽ ഓപ്ഷൻ ബി വിശുദ്ധ അഗസ്തീനോസ് ആണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും സ്വീകരിക്കുന്ന ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 66, ബി 39, സി 46, ഡി 27. ഓപ്ഷൻ സി 46 ആണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, സ്വതന്ത്രമായ ബൈബിൾ വ്യാഖ്യാനങ്ങൾ അപകടം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ പുതുമയുള്ള ആശയങ്ങൾ ഉണ്ടാകാം, ഓപ്ഷൻ ബി പാരമ്പര്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് ഇടയാകും, ഓപ്ഷൻ സി തെറ്റായ നിഗമനങ്ങളിലും ചിന്തകളിലും ചെന്നെത്താം, ഓപ്ഷൻ ഡി സഭയുടെ വ്യാപനത്തിന് ഇടയാകും. ഇതിൽ ഓപ്ഷൻ സി തെറ്റായ നിഗമനങ്ങളിലും ചിന്തകളിലും ചെന്നെത്താം എന്നതാണ് അതിൻ്റെ ഉത്തരം. ഇനിയും ആറാമത്തെ ചോദ്യം, പൗലോസ്ലീഹ പ്രസ്താവിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം പഴയ നിയമത്തിൽ ആരുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ യെശയ്യാവ്, ബി മോശ, സി ദാവീദ്, ഡി അബ്രഹാം. ഇതിൽ അബ്രഹാം ആണ് അതിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഴയ നിയമത്തിലുള്ളതും ക്രിസ്തീയ വിശ്വാസത്തിൽ സ്വീകരിക്കാത്തതുമായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ശുദ്ധമെന്നും അശുദ്ധമെന്നും വേർതിരിക്കുക. 2, കുഷ്ഠരോഗിയെ സ്പർശിച്ചാൽ അശുദ്ധി. 3, ശാബത്തിനെ ശുദ്ധീകരിക്കുക. 4, ഞായറാഴ്ച ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുക. ഈ 4 പ്രസ്താവനകളിൽ പഴയ നിയമത്തിലുള്ളതും ക്രിസ്തീയ വിശ്വാസത്തിൽ സ്വീകരിക്കാത്തതുമായ പ്രസ്താവനകൾ ആദ്യത്തെ 3 എണ്ണമാണ് ഉള്ളത്. 4-മത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുക മാത്രമാണ് നമ്മളിപ്പോൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷനുകൾ വരുന്ന ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. 8-മത്തെ ചോദ്യം, എവൻഗേലിയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം. എ വേദപുസ്തകം, ബി പുതിയ നിയമം, സി മഹാദൂത്, ഡി സുവിശേഷം. ഇതിൽ ഓപ്ഷൻ ഡി സുവിശേഷമാണ് അതിൻ്റെ ഉത്തരം. 9-മത്തെ ചോദ്യം, സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ മത്തായി, ഓപ്ഷൻ ബി മർക്കോസ്, ഓപ്ഷൻ സി ലൂക്കോസ്, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷമാണ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്തത് 10-മത്തെ ചോദ്യം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലം 3 വർഷങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന സുവിശേഷം ഏത്? എ മത്തായി, ബി മർക്കോസ്, സി ലൂക്കോസ്, ഡി യോഹന്നാൻ. ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലം 3 വർഷങ്ങളിലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. 11-മത്തെ ചോദ്യം, പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ചത് ആര്? വിശുദ്ധ പൗലോസ് ലീഹ, വിശുദ്ധ പത്രോസ് ലീഹ, വിശുദ്ധ യാക്കോബ് സ്ലീഹ, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. ഇതിൽ വിശുദ്ധ പൗലോസ് ലീഹയാണ് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ചിരിക്കുന്നത്. അദ്ദേഹം 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ രചിച്ചിട്ടുണ്ട്. ഇനി 12-മത്തെ ചോദ്യം, ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് എപ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ പ്രസ്താവിക്കുന്നത്? ഓപ്ഷൻ എ തുബദേന് മുൻപ്, ഓപ്ഷൻ ബി എവൻഗേലിയോന് മുൻപ്, സി പഴയ നിയമ വായനയ്ക്ക് മുൻപ്, ഡി സ്ലീഹ വായനയ്ക്ക് മുൻപ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എവൻഗേലിയോന് മുൻപ് എന്നുള്ളതാണ്. 13-മത്തെ ചോദ്യം, യെരുശലേം കൗൺസിൽ നടന്ന വർഷം. AD 313, AD 216, AD 50, AD 323. ഇതിൻ്റെ ഉത്തരം AD 50 ആണ്. AD 50-ലാണ് യെരുശലേം കൗൺസിൽ നടന്നത്. 14-മത്തെ ചോദ്യം, പൗലോസ് ലീഹായെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നതിനുള്ള കാരണമെന്ത്? ഓപ്ഷൻ എ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതിന് ശേഷം ക്രിസ്ത്യാനിയായി, ഓപ്ഷൻ ബി യഹൂദന്മാർ അല്ലാത്തവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ചു,
ഓപ്ഷൻ സി ശൗലിൻ്റെ മാനസാന്തരം സഭയ്ക്ക് പുതിയ ഉണർവ് നൽകി. ഓപ്ഷൻ ഡി സഭാചരിത്രത്തിൽ വലിയ പ്രാധാന്യം പൗലോസിന് ഉണ്ടായി. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. യഹൂദന്മാർ അല്ലാത്തവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ചതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്. 15-ാമത്തെ ചോദ്യം, യഹൂദന്മാർ അല്ലാത്തവർ ക്രൈസ്തവ സഭയിൽ ചേരുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ തീരുമാനിച്ച സുന്നഹദോസ് ഏത്? എ കുസ്തന്തീനോസ് പോലീസ് സുന്നഹദോസ്, ബി എഫെസൂസ് സുന്നഹദോസ്, സി യെരുശലേം സുന്നഹദോസ്, ഡി നിഖ്യ സുന്നഹദോസ്. ഇതിൽ യെരുശലേം സുന്നഹദോസിൽ വെച്ചാണ് യഹൂദന്മാർ അല്ലാത്തവർ ക്രൈസ്തവ സഭയിൽ ചേരുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ തീരുമാനിച്ച സുന്നഹദോസ്. 16-ാമത്തെ ചോദ്യം, ആദിമസഭ ഗ്രന്ഥരചനകൾക്ക് പ്രാധാന്യം നൽകാതിരുന്നതിൻ്റെ കാരണം? ഓപ്ഷൻ എ എഴുത്തിനുള്ള സാഹചര്യം കുറവായിരുന്നു. ഓപ്ഷൻ ബി യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. ഓപ്ഷൻ സി എഴുത്തും വായനയും അറിയാവുന്ന ആളുകൾ കുറവായിരുന്നു. ഓപ്ഷൻ ഡി എഴുത്തുകൾ ആവശ്യമില്ല എന്ന തീരുമാനമുണ്ടായിരുന്നു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആദിമസഭ ഗ്രന്ഥരചനകൾക്ക് പ്രാധാന്യം നൽകാതിരുന്നത്. 17-ാമത്തെ ചോദ്യം, പഴയ നിയമം 39 പുസ്തകങ്ങളായി നിജപ്പെടുത്തിയ യഹൂദ റാബിമാരുടെ യോഗം ഏതാണ്? ഓപ്ഷൻ എ AD 112 ജാമ്നിയയിൽ വെച്ച്. ഓപ്ഷൻ ബി AD 90 ജാമ്നിയയിൽ വെച്ച്. ഓപ്ഷൻ സി AD 325 നിഖ്യായിൽ വെച്ച്. ഓപ്ഷൻ ഡി AD 216 യെരുശലേമിൽ വെച്ച്. ഉത്തരം AD 90 ജാമ്നിയയിൽ വെച്ച് നടന്ന കൗൺസിലാണ് പഴയ നിയമം 39 പുസ്തകങ്ങളായിട്ട് നിജപ്പെടുത്തിയത്. ഇനിയും 18-ാമത്തെ ചോദ്യം, ആഗോളസഭ കിഴക്കൻ സഭയെന്നും പടിഞ്ഞാറൻ സഭയെന്നും രണ്ടായി പിരിഞ്ഞത് ഏത് കാലത്താണ്? 10-ാം നൂറ്റാണ്ടിൽ, 12-ാം നൂറ്റാണ്ടിൽ, 11-ാം നൂറ്റാണ്ടിൽ, 9-ാം നൂറ്റാണ്ടിൽ? 11-ാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ ഉത്തരം. 1054 ഈ പിളർപ്പ് ഉണ്ടായത്. 19-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ കൽക്കദോൻ സുന്നഹദോസിനെ സ്വീകരിക്കുന്ന സഭ ഏത്? എ മലങ്കര സഭ, ബി അർമീനിയൻ സഭ, സി കുസ്തന്തീനോപ്പോലീസിലെ സഭ, ഡി എറിത്രിയൻ സഭ. ഓപ്ഷൻ സി കുസ്തന്തീനോപ്പോലീസിലെ സഭയാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് 20-ാമത്തെ ചോദ്യം, സന്യാസ പ്രസ്ഥാനത്തിലെ സമൂഹ ജീവിത ക്രമത്തിൻ്റെ യോക്താവാര്? വിശുദ്ധ അന്തോണിയോസ്, ബി വിശുദ്ധ പക്കോമിയോസ്, സി എവുത്തിക്കൂസ്, ഡി മാർ ഗ്രിഗോറിയോസ്. ഉത്തരം വിശുദ്ധ പക്കോമിയോസ് ആണ്. 21-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുരിശ് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന കുരിശിൻ്റെ ശത്രുക്കൾക്കെതിരെ കുരിശുമെടുത്തുകൊണ്ട് നടത്തിയ പോരാട്ടമാണിത്. രണ്ടാമത്തെ പ്രസ്താവന 1400 മുതൽ 1600 കാലഘട്ടത്തിലാണ് കുരിശ് യുദ്ധങ്ങൾ നടത്തപ്പെട്ടത്. മൂന്നാമത്തേത് കുരിശ് യുദ്ധങ്ങൾ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിന് കാരണമായി തീർന്നു. നാലാമത്തെ പ്രസ്താവന തുർക്കിയുടെ കയ്യിൽ നിന്നും വിശുദ്ധ നാടായ പലസ്തീൻ പിടിച്ചെടുക്കുവാനാണ് കുരിശ് യുദ്ധങ്ങൾ നടത്തിയത്. ഇതിലെ 1ഉം 4ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി, മറ്റത് രണ്ടും തെറ്റാണ്. അപ്പം 1ഉം 4ഉം വരുന്ന ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. 22-ാമത്തെ ചോദ്യം, നവീകരണ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആര്? എ ജോൺ വൈക്ലിഫ്, ബി ജോൺ ഹസ്, സി ജോൺ കാൽവിൻ, ഡി മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ ആണ് നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. 23-ാമത്തെ ചോദ്യം, ആധുനിക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ സമ്മേളനം? ഓപ്ഷൻ എ 1935 ഓക്സ്ഫോർഡ് സമ്മേളനം, ബി 1910 എഡിൻബറോ സമ്മേളനം, ഓപ്ഷൻ സി 1945 ആംസ്റ്റർഡാം സമ്മേളനം, ഓപ്ഷൻ ഡി 1818 എഡിൻബറോ സമ്മേളനം. ഇതിലെ ഉത്തരം 1910 എഡിൻബറോ സമ്മേളനമാണ് അതിൻ്റെ ഉത്തരം. ഇനി 24-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ WCC ജനറൽ സെക്രട്ടറി ആര്? ഇത് 2014 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2014 നവംബർ 30 ഇന്ന് ഞാൻ ഇതെടുക്കുന്ന ഡേറ്റ്. ഈ ഡേറ്റിലത്തെ ആൻസറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരിക. ഇത് മാത്രം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഓരോ വർഷം ഇത് കേൾക്കുക. ഈ വർഷം കേൾക്കുന്നവരൊക്കെ മുന്നോട്ടുള്ള വർഷങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞ ഡേറ്റിന് മുന്നോട്ടുള്ള വർഷങ്ങളിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് WCC
വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ആരാന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തെ ഓപ്ഷൻസ് വായിക്കാം. ഡോക്ടർ എലിസബത്ത് ജോയ്, പ്രൊഫസർ ഡോക്ടർ ലോവാൻ സോഗ, റവറൻഡ് ഡോക്ടർ ജെറി പിള്ള, ഡോക്ടർ ഒലോവ് ഫിക്സി. ഇതിൽ ഓപ്ഷൻ സി റവറൻഡ് ഡോക്ടർ ജെറി പിള്ളയാണ് ഇപ്പോഴത്തെ WCC ജനറൽ സെക്രട്ടറി. 25-ാമത്തെ ചോദ്യം, മലങ്കര സഭയെ റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അരനൂറ്റാണ്ട് കാലം കൊണ്ടുപോകാൻ കാരണമായ സംഭവം ഏത്? ഓപ്ഷൻ എ ഉദയംപേരൂർ സുന്നഹദോസ്, ബി പേർഷ്യൻ കുടിയേറ്റം, സി മാവേലിക്കര സുന്നഹദോസ്, ഡി കൊച്ചി പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ എ ഉദയംപേരൂർ സുന്നഹദോസ്. 26-ാമത്തെ ചോദ്യം, മാർത്തോമാസ്ലീഹ ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചു എന്നതിൻ്റെ തെളിവുകളായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ മാർത്തോമാസ്ലീഹയുടെ കബറിടം, ബി മാർത്തോമാസ്ലീഹ സ്ഥാപിച്ച പുരാതന ക്രൈസ്തവ സമൂഹം, സി അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നുള്ള തെളിവുകൾ, ഡി സ്ലീഹയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ചരിത്ര രേഖകൾ. ഇതിലെ തെറ്റായ പ്രസ്താവന അപ്പോസ്തല പ്രവർത്തികളിലുള്ള തെളിവുകളാണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 27-ാമത്തെ ചോദ്യം, യേശു പെസഹ ആചരിക്കുവാൻ യെരുശലേമിൽ വന്നതിൻ്റെ കാരണം? എ യഹൂദ നിയമം അനുസരിച്ച്, ബി യെരുശലേമിൽ എല്ലാ വിശ്വാസികളും സമ്മേളിക്കുന്നത് കൊണ്ട്, സി യെരുശലേം വലിയ നഗരമായതുകൊണ്ട്, ഡി യെരുശലേം ചരിത്രപരമായി പ്രാധാന്യമുള്ളതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. യഹൂദ നിയമം അനുസരിച്ചാണ് യേശു പെസഹ ആചരിക്കുവാൻ യെരുശലേമിൽ വന്നത്. 28-ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങളുമായി യോജിക്കാത്ത വാചകം താഴെ പറയുന്നതിൽ ഏത്? ഓപ്ഷൻ എ ഇസ്രയേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ചെയ്യുന്ന പുതിയ നിയമം എന്ന പ്രവചന പൂർത്തീകരണം. ഓപ്ഷൻ ബി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഓപ്ഷൻ സി വിശുദ്ധ കുർബാനയിൽ പെസഹ പെരുന്നാളിൻ്റെ ഓർമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഓപ്ഷൻ ഡി വിശുദ്ധ കുർബാന ഒരുക്കത്തോടു കൂടി മാത്രമേ അനുഭവിക്കാവൂ. ഇതിൽ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് യോജിക്കാത്തത്. വിശുദ്ധ കുർബാനയിൽ പെസഹ പെരുന്നാളിൻ്റെ ഓർമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നത്. 29-ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയിൽ കാസായിൽ വീഞ്ഞ് പകരുമ്പോൾ തുല്യ അളവിൽ വെള്ളം ചേർക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ ജലം അമൂല്യമാണ് എന്ന വസ്തുത സൂചിപ്പിക്കുവാൻ, ഓപ്ഷൻ ബി പ്രകൃതിയുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുവാൻ, ഓപ്ഷൻ സി തന്നിരിക്കുന്ന ഉത്തരങ്ങൾ ഒന്നും ശരിയല്ല, ഓപ്ഷൻ ഡി കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവുമായി സംയോജിച്ചത് സൂചിപ്പിക്കുവാൻ. ഇതിലെ ഓപ്ഷൻ ഡി കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവുമായി സംയോജിച്ചത് സൂചിപ്പിക്കുവാനാണ് വിശുദ്ധ കുർബാനയിൽ കാസായിൽ വീഞ്ഞ് പകരുമ്പോൾ തുല്യ അളവിൽ വെള്ളം ചേർക്കുന്നത്. 30-ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷ എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പഴയ നിയമ വായന മുതൽ യാചിക്കേണ്ടും സമയമിത എന്ന ഗാനം വരെ, ഓപ്ഷൻ ബി പഴയ നിയമ വായന മുതൽ ഏവൻഗേലിയോൻ ഭാഗം വരെ, ഓപ്ഷൻ സി സ്ലീഹ വായന മുതൽ ഏവൻഗേലിയോൻ വരെ, ഓപ്ഷൻ ഡി വെളിവ് നിറഞ്ഞോരീശോ എന്ന ഗാനം മുതൽ അൻപുടയോനെ എന്ന ഗാനം വരെ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. പഴയ നിയമ വായന മുതൽ യാചിക്കേണ്ടും സമയമിത എന്ന ഗാനം വരെയുള്ള ഭാഗമാണ് വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ എന്നറിയപ്പെടുന്ന ഭാഗം. 31-ാമത്തെ ചോദ്യം, ത്രൈശുദ്ധ കീർത്തനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? ഓപ്ഷൻ എ മനുഷ്യരുടെ സ്നേഹത്തെ സൂചിപ്പിക്കുവാൻ, ഓപ്ഷൻ ബി പാപമോചനത്തിനുള്ള അപേക്ഷ, ഓപ്ഷൻ സി വിശ്വാസിക്ക് ദൈവവുമായുള്ള സാമീപ്യം സൂചിപ്പിക്കുവാൻ, ഓപ്ഷൻ ഡി കുരിശുമരണം ഒരു അന്ത്യമാണെന്ന് ഓർമ്മപ്പെടുത്തുവാൻ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. വിശ്വാസിക്ക് ദൈവവുമായിട്ടുള്ള സാമീപ്യം സൂചിപ്പിക്കുവാനാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ എന്ന് ത്രൈശുദ്ധ കീർത്തനത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഈ 32-ാമത്തെ ചോദ്യം, നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കുക. ഈ കർത്തൃവചനം സാക്ഷാത്കരിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ അപ്പവീഞ്ഞുകളുടെ ആഘോഷം, ഓപ്ഷൻ ബി ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ, ഓപ്ഷൻ സി സമാധാന ചുംബനം, ഓപ്ഷൻ ഡി വിശുദ്ധ കുർബാന സ്വീകരണം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സമാധാന ചുംബനമാണ്. 33-ാമത്തെ ചോദ്യം, യഹൂദന്മാരുടെ ആരാധനാ ജീവിതവുമായി യോജിക്കാത്തത് തിരഞ്ഞെടുക്കുക.
ഓപ്ഷൻ എ വിശുദ്ധ കുർബാന, ഓപ്ഷൻ ബി പെസഹ പെരുന്നാൾ ആചരണം, ഓപ്ഷൻ സി ശാബദിൻ്റെ ആചരണം, ഓപ്ഷൻ ഡി സാക്ഷ്യപ്പെട്ടകം. ഇതിൽ ഓപ്ഷൻ എ വിശുദ്ധ കുർബാനയാണ് യഹൂദന്മാരുടെ ആരാധനാ ജീവിതവുമായിട്ട് യോജിക്കാത്തത്. 34-ാമത്തെ ചോദ്യം, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സംഭവം ഏത്? ഓപ്ഷൻ എ മാവേലിക്കര സുന്നഹദോസ്, ബി ഉദയംപേരൂർ സുന്നഹദോസ്, സി കൂനൻകുരിശ് സത്യം, ഡി കൊച്ചി പഞ്ചായത്ത്. ഇതിൽ ഓപ്ഷൻ സി കൂനൻകുരിശ് സത്യമാണ് അതിൻ്റെ ഉത്തരം. 36-ാമത്തെ ചോദ്യം, മലങ്കര സഭയും അന്ത്യോക്യൻ സഭയുമായി ബന്ധം ആരംഭിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ 1876 മുളന്തുരുത്തി സുന്നഹദോസ്, ഓപ്ഷൻ ബി ഉദയംപേരൂർ സുന്നഹദോസ്, ഓപ്ഷൻ സി മാവേലിക്കര സുന്നഹദോസ്, ഓപ്ഷൻ ഡി 1665 അബ്ദുൽ ജലീൽ മെത്രാപ്പോലിത്തയുടെ മലങ്കര സന്ദർശനം. ഇതിലെ ഉത്തരം 1665 അബ്ദുൽ ജലീൽ മെത്രാപ്പോലിത്തയുടെ മലങ്കര സന്ദർശനമാണ് മലങ്കര സഭയും അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധം ആരംഭിച്ച സംഭവം. 36-ാമത്തെ ചോദ്യം, മലങ്കര സഭയിൽ നിന്നും ഒരു മെത്രാപ്പോലിത്ത സഭ വിട്ട് റോമൻ കത്തോലിക്ക സഭയിലേക്ക് പോയി. അവിടെ ആരംഭിച്ച സഭ ഏത്? ഓപ്ഷൻ എ സീറോ മലബാർ സഭ, ബി റോമൻ കത്തോലിക്ക സഭ, സി മലങ്കര കത്തോലിക്ക റീത്ത് സഭ, ഡി മലങ്കര മർത്തോമ സഭ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മലങ്കര കത്തോലിക്ക റീത്ത് സഭയാണ്. 37-ാമത്തെ ചോദ്യം, മലയാളക്കരയിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ പഴയ സെമിനാരിയിൽ, ബി ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ, സി മാവേലിക്കരയിൽ, ഡി പരിമല സെമിനാരിയിൽ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ പഴയ സെമിനാരിയിലാണ്. 38-ാമത്തെ ചോദ്യം, റോയൽ കോടതി വിധിയിലൂടെ മലങ്കര സഭയിൽ നിന്നും വേർപെട്ട് ഉണ്ടായ സഭ ഏത്? ഓപ്ഷൻ എ തൊഴിയൂർ സഭ, ഓപ്ഷൻ ബി മർത്തോമ സഭ, സി മലങ്കര കത്തോലിക്ക റീത്ത് സഭ, ഡി യാക്കോബായ സഭ. ഇതിൽ ഓപ്ഷൻ ബി മർത്തോമ സഭയാണ് റോയൽ കോടതി വിധിയിലൂടെ മലങ്കര സഭയിൽ നിന്നും വേർപെട്ട് ഉണ്ടായ സഭ. 39-ാമത്തെ ചോദ്യം, മലങ്കര സഭയിൽ ഭിന്നിച്ചു നിന്ന വിഭാഗം സുപ്രീം കോടതി വിധിയിലൂടെ സഭയിൽ ചേർന്ന് വന്ന് സഭയിൽ സമാധാനമുണ്ടായ വർഷം ഏത്? 1958, 1934, 1906, 1973. 1958 മലങ്കര സഭയിൽ ഭിന്നിച്ചു നിന്നിരുന്ന യാക്കോബായ വിഭാഗം സുപ്രീം കോടതി വിധിയിലൂടെ സഭയിൽ ചേർന്ന് സഭയിൽ സമാധാനമുണ്ടായ വർഷം. അവസാനത്തെ ചോദ്യം, 40-ാമത്തെ ചോദ്യം, മലങ്കര സഭയിലെ ആദ്യത്തെ സന്യാസ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ സെൻറ്റ് പോൾസ് സുവിശേഷ സംഘം, ഓപ്ഷൻ ബി സ്ലീബാദാസ സമൂഹം, സി ബഥനി മൂവ്മെൻറ്റ്, ഡി ഓർഡർ ഓഫ് സെൻറ്റ് തോമസ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഓർഡർ ഓഫ് സെൻറ്റ് തോമസ് ആണ് മലങ്കര സഭയിലെ ആദ്യത്തെ സന്യാസ പ്രസ്ഥാനം. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. OSSE നൽകിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും പരീക്ഷ നന്നായി എഴുതുവാൻ സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.